ഇന്നൊരു വൺ ഡേ വ്യൂ പോവാണ് കേട്ടോ. നെന്മാറയാണ് പ്ലേസ് വരുന്നത്. അവിടെ സ്മാർട്ട് മോഡുലാർ എന്ന് പറയുന്നൊരു കമ്പനിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് ബസ് മെയിൻ റോഡിൽ നിർത്തിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതേ നേരെ കാണുന്ന വഴി, ആ വഴിയല്ല നമ്മൾ പോകേണ്ടത്, അത് പെറ്റ്സ് പാർക്കിലോട്ടുള്ള വഴിയാണ്. നമുക്ക് ഇതേ കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർ ആദ്യമേ തന്നെ നടക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ളതിനാൽ കൊടയൊക്കെ പിടിച്ചാണ് നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. 10:30ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പണിങ് വരണേ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയതിനാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സിലെ കുട്ടികളുണ്ട് കേട്ടോ. സെക്കൻഡ് ഇയേഴ്സും ഉണ്ട്, ഫൈനൽ ഇയേഴ്സും ഉണ്ട്. കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കയറാനായിട്ട്. കാരണം അതിനുള്ളിൽ പല വർക്ക്സ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ക്യാപ്പും മാസ്കൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് അവർ അകത്തേക്ക് കയറ്റുള്ളൂ. അതുപോലെ തന്നെ അകത്ത് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അകത്തുള്ള കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം 1 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അങ്ങനെ പിള്ളേരെല്ലാവരും ഇരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സീറ്റൊക്കെ കിട്ടിയത്. ഒരു ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് മാത്രം ഞാനതെല്ലാം കഴിച്ചു തീർത്തു. ലാസ്റ്റായിട്ടൊരു ഫ്രഷ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ വെയിലത്ത് നടന്നതിന് ശേഷം ഒരു ഫ്രഷ് ലൈമ് കുടിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു. പിന്നെ നേരെ പോയത് പോത്തുണ്ടി ഡാമിലേക്കാണ്. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഡാം കാണാനായിട്ട് കയറി. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അധികം ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൈലൻസ് ആയിരുന്നു. പിള്ളേരെല്ലാവരും പാർക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും ആരും കയറാനായിട്ട് നിന്നില്ല. എല്ലാവരും പാർക്കിൽ തന്നെയാണ് കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിവിടെ പിള്ളേർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 1 ഹവറാണ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഡാമിന് പുറത്തായിട്ട് റൈഡിന് വേണ്ടി ഇങ്ങനെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടോ. കുതിരയുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ കുതിരേനെ തൊട്ടോട്ടെ എന്നാണ് ഫിദ ചോദിച്ചുകൊണ്ടിരിക്കണേ. ആ കുട്ടി പറയുന്നുണ്ട് കുതിരേനെ തൊട്ട് കഴിഞ്ഞത് ചവിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് അവൾ ഇങ്ങനെ തൊടാൻ വേണ്ടി നിൽക്കുവാണ്. 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് ബസ് കയറി കേട്ടോ. പിന്നെ ബസ്സിൽ ഫുള്ളും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വെയിലത്ത് കിടന്ന ക്ഷീണം അങ്ങോട്ട് മാറി കിട്ടിട്ടോ. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.